എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും യൂട്യൂബിൽ ലോഗോ കൊടുക്കാറുണ്ട്, അതേപോലെ തന്നെ ബാനറും കൊടുക്കാറുണ്ട് അല്ലേ. ബാനർ മിക്കവരും കൊടുക്കാറില്ല, എന്താണ് ലോഗോ മാത്രമായിരിക്കും കൊടുക്കാറുള്ളത് അല്ലേ. ലോഗോ എന്ന് വെച്ചാൽ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറില്ല, ഏതെങ്കിലും ഒന്ന് ചെറുതായിട്ട് റൗണ്ടിൽ. ലോഗോ എല്ലാവരും അവരവരുടെ ചിലപ്പോൾ പിക്ചർ തന്നെ ആയിരിക്കും കൊടുക്കാറുള്ളത്, ഇല്ലെങ്കിൽ അവരവരുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പിക്ചർ കൊടുക്കാറുണ്ടല്ലേ. അത് കൊടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു സ്പേസ് അല്ലേ ഉള്ളൂ, അപ്പോൾ ചെറിയൊരു ഫോട്ടോ ആയിരിക്കും കൊടുക്കാറുള്ളത് അല്ലേ. പിന്നെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന ബാനർ ഉണ്ട് യൂട്യൂബിൽ. അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലവരൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ കൊടുക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നല്ലൊരു ലോഗോയും നല്ലൊരു ബാനറും വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം വരും. നമ്മുടെ ചാനൽ അടിപൊളിയായിട്ടുണ്ട്, അപ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ അതിനെ ആകർഷിക്കും എന്നൊരു തോന്നൽ വരും. അപ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്കൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തോന്നിക്കൊണ്ടേയിരിക്കും. ഓരോ വീഡിയോസ് ഇടുമ്പോഴും വ്യൂസ് കൂടി വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഈ പുറമേ ഉള്ളൊരു ലുക്കൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ അകത്ത് ഉണ്ട് എന്നൊരു തോന്നലുണ്ടാകും. അപ്പോൾ പലരും കയറി നോക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ബാനർ, പക്ഷെ അത്ര എന്താണ് പറയാ നല്ല രീതിയിലൊന്നും ആയിരുന്നില്ല കേട്ടോ. ചെറുതായിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പം ജസ്റ്റ് ഒന്ന് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാൻവയിലാണ് ഇത് സെറ്റ് ചെയ്തത് ബാനർ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാൻവയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാൻവ എന്ന് പറയുന്ന ഒരു ഫ്രീ ആപ്പാണ്, പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, തുടക്കക്കാർക്ക് ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. അതിൽ നമുക്ക് കമ്പനിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലോഗോ സെറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ ബാനർ, പിന്നെ വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഉണ്ട് കേട്ടോ. വളരെ ലളിതമായി നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി എങ്ങനെയാണ് ബാനറും ലോഗോയും ഒക്കെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചാനലിനൊരു നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാൾ കയറി വരുമ്പോൾ നമ്മുടെ ചാനലിൽ പൊതുവെ എല്ലാം കൂടെ ഒന്ന് നോക്കുമ്പോൾ ഒരു നല്ലൊരു ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പലരും വ്യൂസ് ഇല്ല, ഇനി ഞാൻ നിർത്താൻ പോവുകയാണെന്നൊക്കെ വീണ്ടും വീണ്ടും എന്നോട് കമൻറ്റിലൂടെ പറയുന്നത് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക. നിങ്ങൾ 1-2 വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് വ്യൂസ് ഇല്ല, സബ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യൂസ് ഉണ്ടെങ്കിലേ നമുക്ക് സബ് വരത്തുള്ളൂ. അതിന് നല്ല കണ്ടന്റോട് കൂടിയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള കണ്ടന്റ് തന്നെ ആയിക്കോട്ടെ, നല്ല രീതിയിൽ അത് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്താണ് ക്യാമറ ക്വാളിറ്റി ഒരുവിധം മതി, സാധാ ഫോണൊക്കെ തന്നെ മതിയാകും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഒരു വ്യക്തതയോടുകൂടി ചെയ്യാൻ നോക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളും വരത്തുള്ളൂ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ ചാനലൊന്ന് നോക്കി തരുമോ ചേച്ചി, എന്താണ് പ്രോബ്ലം എന്നൊക്കെ. അപ്പോൾ പലരും കുറച്ച് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കുറേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സബ് കൂടി വരത്തുള്ളൂ. വ്യൂസിലൂടെയാണ് നമുക്ക് സബ് കൂടി വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം വ്യൂസ് വരണമെങ്കിൽ നമ്മൾ നല്ല കണ്ടന്റോട് കൂടിയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുമല്ലോ. കാരണം ഞാൻ പല ഇതിലൂടെയാണ് അങ്ങനെ വീഡിയോ ഇട്ട് വന്നത്. എന്താ പറയുക, പല സിറ്റുവേഷൻസ് ആണ്, അതൊന്നും ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. അപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയ്ക്കാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ വീഡിയോസ് ഇട്ട് വന്നതായിരുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിയപ്പോൾ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കണം എന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും, അതിലൂടെ ക്യാഷും സമ്പാദിക്കാൻ പറ്റും കേട്ടോ. ക്യാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മന്ത്ലി കിട്ടിയില്ലെങ്കിലും നമ്മുടെ കയ്യിലൊരു എമൗണ്ട് ഒരുമിച്ച് ഒരു ഫാമിലി വരുമ്പോൾ നമുക്കതൊരു ക്യാഷ് തന്നെയല്ലേ, നമുക്കൊരു ചെറിയൊരു സഹായമാകും, അത്രേ ഉള്ളൂ. അപ്പോൾ മന്ത്ലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രയത്നിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മന്ത്ലി ക്യാഷ് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് ബാനറും ലോഗോയും ചെയ്യുന്നത് എന്ന് സ്ക്രീൻ റെക്കോർഡ് സഹിതം നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ഹൈപ്പും കൂടി ചെയ്യുക കേട്ടോ. ഹൈപ്പ് എന്നത് പുതിയൊരു അപ്ഡേറ്റ് ആണ്, പലർക്കും അറിയത്തില്ല. ലൈക്ക്, കമൻറ്റ്, സൂപ്പർ താങ്ക്സ് ആ സെക്ഷനിൽ തന്നെ ഹൈപ്പും കാണും കേട്ടോ. പിന്നെ ഫസ്റ്റ് കമൻറ്റിൻ്റെ സൈഡായിട്ടും നമുക്ക് ഹൈപ്പ് കാണാൻ പറ്റും. 2 ഡോട്ടിൽ ഒന്ന് ലെഫ്റ്റ് സൈഡേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പലർക്കും ഹൈപ്പ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. പതിയെ കിട്ടും കേട്ടോ എല്ലാവർക്കും. 500 മുതൽ 5 ലക്ഷം വരെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കാണ് ഹൈപ്പ് കിട്ടുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ആ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ
പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഏകദേശം 10-75 കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാൻവ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടിപൊളി ആപ്പാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ യൂട്യൂബ് തമ്പനെയിൽ, സോഷ്യൽ മീഡിയ, വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ ഒരുപാട് സെറ്റിങ്സുകൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കാണാത്തത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ സെർച്ചിൽ പോയിട്ട് യൂട്യൂബ് ബാനർ എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, യൂട്യൂബ് ബാനർ കൊടുത്തപ്പോൾ ഒരുപാട് ബാനറിൻ്റെ മോഡൽ താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രോ എന്ന് കൊടുത്തതൊക്കെ ക്യാഷ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പിക്ചറിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് താഴെ കാണുന്ന ഗാലറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്ത് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസിലായി കിട്ടും കേട്ടോ. കണ്ടില്ലേ, ആ സൈസിൽ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ടല്ലേ ഇതിൽ. അപ്പോൾ ഇതൊക്കെ മാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. എല്ലാ ടെക്സ്റ്റ് കൊടുത്തതും മാറ്റിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ആവേദിക പാലക്കാട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളും എല്ലാം കളറൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. താഴെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ നമ്മൾ തമ്പനെയിലിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആവേദിക പാലക്കാട് ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. സ്പേസ് വേണമെങ്കിൽ സ്പേസ് ഇട്ട് കൊടുക്കാം. പിന്നെ താഴെ യൂട്യൂബ് ടിപ്സ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഞാൻ കളറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ, കളറൊക്കെ. പിന്നെ ലോഗോവും കാര്യങ്ങളും പുതിയതായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ സബ്സ്ക്രൈബ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബ് ലോഗോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതായിരിക്കും കേട്ടോ. എന്ത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും. അപ്പോൾ ഞാൻ പുതിയൊരു സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയത് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും. എന്നിട്ട് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, സൈസും കാര്യങ്ങളൊക്കെ. പിന്നെ കളർ കണ്ടില്ലേ, താഴെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആയി കിട്ടും കേട്ടോ. ഇഷ്ടമുള്ള കളർ വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മഞ്ഞ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ സേവ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ മേലെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഗാലറിയിലോട്ട് പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സേവ് ടു ഗാലറി എന്ന് കാണിക്കും. ബാനർ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നേരെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ സെർച്ച് ബാറിൽ വന്നിട്ട് യൂട്യൂബ് ചാനൽ ലോഗോ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ നമുക്ക് ഒരുപാട് ലോഗോൻ്റെ മോഡൽ കാണാൻ പറ്റും. പ്രോ ഉള്ളതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, ക്യാഷ് കൊടുക്കണം കേട്ടോ. എടുക്കുകയാണെങ്കിൽ എടുക്കാം, ക്യാഷ് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ലോഗോ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ റീപ്ലേസ് കൊടുത്ത് നമുക്ക് ഗാലറിയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഗാലറിയിൽ പോയി ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്. അപ്പോൾ കറക്റ്റ് സൈസിന് അനുസരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് താഴെ കാണുന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെഡിങ് ആനിവേഴ്സറി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. ബോൾഡാക്കി കൊടുക്കാം, പിന്നെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. യൂട്യൂബ് ബാനറിൽ ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇതിൻ്റെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ എഴുതി കൊടുത്തതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്തപ്പോഴാണ് കേട്ടോ ആ കളർ അങ്ങനെ വന്നത്. അപ്പോൾ എത്ര വലിയ ഫോട്ടോ നമുക്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെറുതാക്കിയിട്ട് നമുക്ക് ലോഗോൻ്റെ സൈസിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സേവ് കൊടുക്കാം. മേലെ കാണുന്ന ആരോ ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആയി കിട്ടും. അപ്പോൾ സേവ് ടു ഗാലറി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഗാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, യൂട്യൂബ് ബാനർ വന്നിരിക്കുന്നത്, അതേപോലെ യൂട്യൂബ് ലോഗോയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ബാനറും ലോഗോയും ഒന്നും കറക്റ്റായിട്ട് കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് കൊടുത്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ചാനലിനൊരു പ്രൊഫഷണൽ ലുക്കൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയുക, മനസ്സിനൊരു ആത്മവിശ്വാസം വരും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.